ഈ പീറ ബിസിനസ്മാൻ രോഹിത് ഇവൻ വേറെ രീതിയിലാണ് റിയാക്ട് ചെയ്തത്. ഞാൻ ആലോചിച്ചത് പോലുമില്ല ഇവൻ മുംബൈയിലേക്ക് പോകുമെന്ന്. ഡാം ഇറ്റ്, എന്റെ എല്ലാ പ്ലാനും ഫെയിലായി. എനിക്കെന്താ ആദ്യം തോന്നിയെന്നറിയോ? താൻ ഒരിക്കലും പ്രീതയ്ക്ക് മാച്ച് അല്ലെന്ന്. ഇപ്പൊ എന്താ തോന്നിയെന്നറിയോ? താൻ ആർക്കും തന്നെ മാച്ച് അല്ലെന്ന്. അവിടെ നിൽക്കേ, ഞാനിപ്പോഴും പറഞ്ഞു തീർത്തിട്ടില്ല. പോയിട്ട് തിരക്കുണ്ടോ? 4 ആൾക്കാരുടെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയാക്കാൻ പോകുന്നവളെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് പോലും നിനക്കറിയില്ല. അഥവാ അറിയായിരുന്നെങ്കിൽ പ്രീതയെ പോലൊരു പെൺകുട്ടിയെ നീ ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. മുംബൈ വരുന്നുണ്ടേ വരാം. വല്ലാതെ വായിട്ടലക്കേണ്ട പീറ ബിസിനസ്സുകാരാ. ഇത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, പ്രീതയെ ആ പീറ ക്രിക്കറ്റ് കളിക്കാനും മുംബൈയിലെത്തരുതെന്ന്. അതിനുശേഷം ഞാൻ നിന്നോട് സംസാരിക്കും. ഇപ്പൊ എന്റെ വായിൽ നിന്ന് വൃത്തികേട് മാത്രമേ വരികയുള്ളൂ. പിന്നീട് എന്റെ നാവിൽ നിന്ന് കൊടും വിഷം മാത്രമേ നിനക്ക് വേണ്ടി വമിക്കുകയുള്ളൂ. അഥവാ നിന്നെ എല്ലാവരും മുന്നിൽ വെച്ച് നാണം കെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്റെ പേര് പൃഥ്വി എന്നല്ല. അതെ, ഇപ്പോ എന്ത് അനുഭൂതിയാണ് എനിക്കുണ്ടായത്. എനിക്കിപ്പോ തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്താ വിളിക്കുക? സൗഹൃദമോ അതോ മറ്റെന്തെങ്കിലുമോ? എന്താ നിനക്കും തോന്നിയോ? എനിക്ക് തോന്നിയ അതേ കാര്യം പ്രീത. അടുത്തൊന്ന് വയലിൻ സംഗീതം കേൾക്കാല്ലേ? തോന്നുന്നുണ്ടോ വഴിയിൽ പൂക്കൾ വിരിച്ചിരിക്കുകയാണെന്ന്, നിലാവ് പെയ്യുകയാണെന്ന്? കാതിലെ റൊമാൻറ്റിക് ഗാനങ്ങൾ കേൾക്കുന്ന പോലെ, ഒരു പ്രത്യേക ലഹരിയിലേക്ക് വഴുതി വീഴുന്ന പോലെ അല്ലേ? തോന്നുന്നുണ്ടോ നീ ഇവിടെ ഇല്ലാന്ന്? നിലാവിന്റെ മഴയിൽ നനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്? അഥവാ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഇന്ന് ഞാനും എന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ പോവാ. നിന്നോട് പറയട്ടെ, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ അനുഭൂതിയും നിനക്കുണ്ടായെങ്കിൽ അതെല്ലാത്തിലും നീ ഒറ്റയ്ക്കാ മോളെ. കാരണം ഈ പറഞ്ഞൊന്നും എനിക്ക് തോന്നിയതേയില്ല. എന്താന്ന് വെച്ചാ ഞാൻ നിന്നെ പോലെ മെന്റൽ അല്ല പെണ്ണേ. അയ്യോ, ഓ പ്ലീസ് സ്റ്റോപ്പ്. ഇത്തരം സ്റ്റുപ്പിഡ് ഐഡിയകളുണ്ടല്ലോ നിന്റെ ഭ്രാന്തൻ ബുദ്ധി കാരണം തോന്നുന്നതാ. എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനത്തെ ഫീലിംഗ്സ് ഉണ്ടാകാനും പോകുന്നില്ല. മിസ്റ്റർ കിരൺ നമ്പ്യാർ, കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഒരു കാമദേവൻ. ചിലപ്പോ ഇവളെ നോക്കും, ചിലപ്പോ അവളെ നോക്കും. 1 നമ്പർ ഫ്ലേർട്ട് ആണ് നീ. ഞാൻ നിന്നെ പോലെ കാട്ടുകോഴിയല്ല. ഞാൻ യഥാർത്ഥ സ്നേഹത്തിൽ വിശ്വസിക്കുന്നോളാം. വെറും ഒരേ ഒരാൾക്ക് മനസ്സ് കൊടുക്കുകയുള്ളൂ. അത് നിന്നെ പോലെ പറന്നു നടക്കുന്ന പൂമ്പാറ്റുകളുടെ പുറകെ നടക്കാൻ കുറെ പെൺകുട്ടികൾ കാണും. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. നിന്റെ ഈ സംസാരം കേട്ടിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്റെ പൊന്നെ, എന്റെ ലൈഫിനെ പറ്റി. അതായത് ഈ ലോകത്തിലെ അവസാനത്തെ പെണ്ണായിരിക്കും നീ. ഞാൻ സ്നേഹത്തിന്റെ കുരുക്കിൽ ചെന്ന് പെടുന്ന അവസാനത്തെ പെണ്ണ്. ഓക്കെ ശരി, നിന്റെ കൂടെ ആർക്കും ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല, എസ്പെഷ്യലി റൊമാൻറ്റിക്കലി. ഒരു രംഭ വന്നിരിക്കുന്നു. നീ ഉണ്ടല്ലോ ലോകത്തിലെ ഏക പുരുഷനാണ്. എന്നിൽ ഒരു തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാത്തവൻ, എസ്പെഷ്യലി റൊമാൻറ്റിക്കലി. ആഹാ, നിനക്ക് ആ താടി വെച്ച് മുട്ടനാടിന്റെ അടുത്തായിരിക്കും ഫീലിങ്സ്. ഐ മീൻ ഓർമ്മയില്ലേ? കരഞ്ഞുകൊണ്ട് അയ്യോ എന്റെ കവിള് പോയേ, അയ്യോ എന്റെ കവിള് പോയി എന്നും പറഞ്ഞ് നാണം കെട്ട് വൃത്തിയിട്ടവൻ. എന്നിട്ട് ഓടിപ്പോയിരിക്കാ. ഈ പേടിത്തൊണ്ടന്റെ കൂടെയാണ് നീ ജീവിക്കാൻ പോകുന്നത്. സച്ച് എ ബാഡ് ചോയ്സ് പ്രീത അറക്കൽ. ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ ചോയ്സിന്റെ കാര്യം സംസാരിക്കാം. നിന്റെ ആ ഗ്ലാമറസ് ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവളെ കുറിച്ച് നീ പറയാറില്ലേ? കൊള്ളാലോ, അവൾ എത്ര ഫാസ്റ്റ് ആണ്. അതായത് ഫ്ലോട്ടിങ്ങിലും അവൾ എക്സ്പേർട്ട് ആണ്. ആ പെൺകുട്ടികള് അവരുടെ ഉടുപ്പ് മാറുന്ന പോലെ പാർട്ട്നേഴ്സിനെ മാറുന്നവര്, അവരൊക്കെ നിന്നെയും വിട്ടിട്ട് വേറെ ആരുടെയും കൂടെ ഏത് സമയത്ത് വേണേലും ഇറങ്ങിപ്പോകും. അതാണ് നിന്റെ ചോയ്സ്. വളരെ നല്ല ചോയ്സ് ആണ്. അപ്പൊ നീ എന്താടി ആഗ്രഹിക്കുന്നേ? ഞാൻ ചേഞ്ച് ആവണമെന്നോ? എങ്കിൽ ശരി, നീ എന്റെ ലൈഫിലേക്ക് വാ. ഇത്ര നല്ല ചാൻസ് വേറെ കിട്ടില്ല മോളെ.
ഞാൻ ഒരു പെൺകുട്ടിക്കും കൊടുത്തിട്ടില്ല. സത്യമായിട്ടും. വീണ്ടും കളിയാക്കുവാണോ? നിന്റെ ഈ മോന്തയുണ്ടല്ലോ പ്രീത, 440 വാട്ട്സിന്റെ കറണ്ട് അടിച്ച പോലെ ഉണ്ട്. നിന്റെ ഈ എക്സ്പ്രഷൻ ഇത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എൻജോയ്ഡ് പ്രീത. നീ നോക്കിക്കോ, നിനക്ക് എത്ര അടി കിട്ടാനാ പോണേന്ന്. നിന്നെ അടിച്ച് ഞാൻ കൊല്ലും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ തട്ടിയടിച്ച് വീടും പ്രീത. പ്രീത വേണ്ട വേണ്ട. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നം. ശബ്ദം ഉണ്ടാക്കരുത്. എറിയരുത് എറിയരുത്. ചെരുപ്പോണ്ടിനെ എറിയരുത് പ്രീത. നീ എന്താടി കാണിക്കുന്നേ? ഞാനെങ്ങനെ ചെരുപ്പേറോട് ചത്തുപോയോണ്ടല്ലോ. പ്രേതോട്ട് വന്ന് നിന്നെ കൊന്നുകളയും. രക്തം ഊറ്റി കുടിക്കൂടി ഞാൻ. എടി മര്യാദക്ക് നിൽക്ക. എടി നീ എന്തായി കാണിക്കുന്നത്? എറിയരുത്. എടി വൈക്കോലുകൊണ്ട് അടിക്കരുത്. ഈ വൈക്കോലുകൊണ്ട് അടിക്കുന്നതേ ബുദ്ധിയുള്ളവർ ചെയ്യുന്ന കാര്യമാ. പിന്നെ കാലാവസ്ഥ കുറച്ച് കൂടുതൽ തണുക്കാണല്ലോ. ഇല്ല, ഐ മീൻ നിന്റെ തലച്ചോറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കാലാവസ്ഥയുടെ കാര്യമടി. പൃഥ്വി, ബൈപ്പാസ് വഴി പോ. അപ്പൊ നേരത്തെ എത്താലോ. വേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആ റോഡിലൂടെ ട്രാവൽ ചെയ്തിരുന്നു. ഭയങ്കര ഗട്ടറാണ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, വണ്ടി പെട്ടുപോകും. ഈ റോഡാണ് നല്ലത്. ശരി. ബൈപ്പാസ് റോഡിൽ ആ പീറ ക്രിക്കറ്റ് കളിക്കാൻ്റെ കാറ് കിടപ്പുണ്ട്. ഇവരത് മനസ്സിലാക്കിയാൽ ആകെ പണിയാവും അവൻ്റെ വണ്ടിയിൽ പ്രശ്നം ഉണ്ടായെന്ന്. അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കും പണി കിട്ടിയത് കൊണ്ടാണ് അവർ ഫാം ഹൗസിൽ എത്താഞ്ഞതെന്ന്. കിരണിനും പ്രീതയ്ക്ക് വേണ്ടി ഞാനുണ്ടാക്കിയ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഒരു ചാൻസും കൊടുക്കില്ല അവർ രണ്ടുപേർക്കും. ഇനി മുംബൈയിലെത്തിയിട്ട് ഞാൻ അവർ രണ്ടുപേർക്കും എതിരെ യഥാർത്ഥ കളി തുടങ്ങും. കിരൺ, നോക്ക് നോക്ക് നോക്ക്. സീരിയസ്ലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ നിന്ന് പോകണമെന്നാ. അല്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നു. എന്ത് പ്രശ്നമാടി? ഓ, ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളയാ എനിക്ക് നിന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാന്ന്. എന്തെങ്കിലും തോന്നാൻ പറ്റിയൊരു പെണ്ണ് എന്ന് വെച്ചാൽ കിരൺ നമ്പരുടെ കൂടെ പ്രീത അറക്കൽ തികച്ചും സേഫാ. വാട്ട്? നിനക്ക് എപ്പോഴും വൺ ട്രാക്ക് മൈൻഡ് എന്താ? നീ എപ്പോഴും സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നത് എന്താ? വല്ലപ്പോഴും മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് കൂടി ചിന്തിക്കണം. ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, അതിലും ഫോക്കസ് ചെയ്യ്. എന്നുവെച്ചാ ഞാൻ എന്താ ചിന്തിക്കാറ്? ഒന്ന് പറഞ്ഞേ, എന്താ ചിന്തിക്കുന്നേ? നീ ഒന്നും അറിയാത്ത കുഞ്ഞുകുട്ടിയല്ലേ? വിട്ടിത്തമാ ചിന്തിക്കണേ നീ. അല്ല, ഒച്ചയെടുത്ത് എന്റെ ചെവിടെ കർണപടം പൊട്ടിക്കല്ലോ വൃത്തിയിട്ടവള്. വാ പോകാന്നേ. മനസ്സിലാകുന്നില്ല നിനക്ക്? ഇപ്പൊ തന്നെ പോകാം. പോവാൻ പെണ്ണേ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ് ബേബി ഡോൾ. ഒന്ന് നേരം വെളുത്തോട്ടെ. നേരം വെളുത്താലല്ലേ ഇവിടുന്ന് ട്രക്ക് വല്ലതും കിട്ടൂ. AC ഉള്ള ട്രാൻസ്പോർട്ട് ബസ് വരെ കിട്ടും. കാത്തിരിക്കുന്നേ, കാത്തിരിപ്പിന്റെ ഫലം മധുരമായിരിക്കും. ഓക്കെ? ഇല്ല 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 കിരൺ, നമ്മൾ ആരെയും ഇൻഫോം ചെയ്തിട്ടില്ല. വീട്ടിലെല്ലാരും നമ്മളെ ഓർത്ത് പേടിച്ചിരിക്കാവും, ചിന്തിക്കാവും നമ്മൾ എവിടെയോ പെട്ടുപോയിന്ന്. അവരെല്ലാവരും കിടന്നുറങ്ങായിരിക്കും സമാധാനമായിട്ട്. ആ പൃഥ്വിയുണ്ടല്ലേ ആ കുരങ്ങൻ ചെറുക്കൻ, അവൻ പേടി സ്വപ്നം കണ്ടോണ്ട് ഇപ്പൊ കിടക്കെ കിടന്ന് മുള്ളായിരിക്കും. സിക്സർ അടിക്കുന്നതിന്റെ പൊട്ടിയ താടിയലിന്റെ അതൊക്കെ ഓർത്തായിരിക്കും ഇപ്പൊ മുള്ളിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ കുരങ്ങൻ മുട്ടനാട് സോറി പൃഥ്വി ഇനി മുതൽ ക്രിക്കറ്റ് കളിക്കില്ല. നീ എത്ര മോശം മനുഷ്യനാണ്. ഹൗ മീൻ ആർ യു? എന്ന് വെച്ചാ ഒരു പാവം മനുഷ്യനെ പരിക്കേൽപ്പിച്ചു, അവന്റെ മുഖം പൊട്ടിച്ചു, എന്നിട്ട് അവനെ കളിയാക്ക, അവനെ ഓർത്ത് ചിരിക്കുക. ഓ എടി പെണ്ണെ, നീ അവൻ എന്തിനാ ഇത്ര പൊക്കി പറയുന്നേ? ആ മണ്ടനെ. എടി വൃത്തിയിട്ടവളെ, നിന്റെ ഈ കണ്ണു കാണാത്ത സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് അവൻ ഗുഡ് ബോയ് ആയിട്ട് തോന്നുന്നേ. പിന്നെ ഞാൻ ബാറ്റ്മാൻ ആയിട്ടും. ഓക്കെ? നിനക്ക് പതുക്കെ പതുക്കെ മനസ്സിലായിക്കോളും ആരാണ് ഗുഡ് എന്നും ആരാണ് ബാഡ് എന്നും. ഐ എം 100% ഷുവർ. അവൻ വിരലിലെ നഖവും കടിച്ചുകൊണ്ട് ഇതായിരിക്കും ആലോചിക്കുന്നത്, നമ്മൾ രണ്ടാളും ഇവിടെ റൊമാന്റിക് പിക്നിക് ആഘോഷിക്കുകയാണെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം വൃത്തിയിട്ടവനെ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് രണ്ടാൾക്കും പോയിട്ട് കുറച്ച് സ്റ്റോറി ആഡ് ചെയ്യാം. നമ്മൾ മരണത്തിന്റെ അടുത്ത് ഡാൻസ് കളിക്കായിരുന്നു, റൊമാന്റിക് സോങ്സ് പാടുമായിരുന്നു, ഡാൻസ് ചെയ്യായിരുന്നു. ആഹാ, സംതിങ് ലൈക്ക് ദാറ്റ്. ഓ ഷട്ട് അപ്പ്. നീ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഐ ആം വാർണിംഗ് യു. ഓ, ഞാൻ പേടിച്ചുപോയി. അഥവാ ഞാൻ പോയി അങ്ങനെ പറഞ്ഞാലോ? അപ്പോ ഞാൻ നിന്നെ ഇങ്ങനെ അലക്കും, ഇങ്ങനെ തന്നെ എടുത്തിട്ട് അലക്കും, അതും എല്ലാവരുടെയും മുന്നിൽ. എന്ത്? ഡോക്ടർ പണി വിട്ടിട്ട് ലോണ്ടറി ബിസിനസ് ആരംഭിക്കാൻ പോകണം നീ? Forget it. നോക്കൂ, നീ വരുന്നില്ലേ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോവാ. പൃഥ്വി അന്വേഷിക്കാൻ പോവാണോ? അല്ല, അവനിപ്പോ കറങ്ങി തിരിഞ്ഞ് ഫാം ഹൗസിൽ എത്തിയിട്ടുണ്ടാകും. ഞാൻ ഏതെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ തിരിച്ചു പോകാനായിട്ട്. നീ എന്താടി പറയുന്നേ? എല്ലാവരും തിരിച്ച് മുംബൈയിലേക്ക് പോയി കാണും. എന്താ? മുംബൈക്ക് തിരിച്ചു പോയിട്ടുണ്ടാകുമെന്നോ? പക്ഷെ നീയല്ലേ പറഞ്ഞത് എല്ലാരും സമാധാനമായിട്ട് ഉറങ്ങി കാണുമെന്ന്. മുംബൈയിൽ അവരുടെ വീട്ടിൽ ഉറങ്ങുമായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞേ. ഒരു മിനിറ്റ്, നിനക്ക് ഇത്ര ഉറപ്പോടുകൂടി ഈ കാര്യം എങ്ങനെ പറയാൻ കഴിയും? കാരണം റോഹിത് ഏട്ടന് നാളെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. അച്ഛന്റെ കുറച്ച് ക്ലയൻസ് വന്നിട്ടുണ്ട് ഫ്രാൻസിൽ നിന്ന്. അവരുടെ മീറ്റിംഗ് ഉണ്ട്. അമ്മ അച്ഛനെയും ചേട്ടനെയും ഒറ്റയ്ക്ക് വിടുകയില്ല. അപ്പൊ എല്ലാവരും ഒരുമിച്ച് പോയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം നീ മറന്നുപോയി,
അതെന്താന്ന് വെച്ചാ എന്റെ അച്ഛമ്മയ്ക്ക് നാളെ ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് ചെക്കപ്പിന് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, റൈറ്റ്? ഓ ഹാ, നിന്നെ എത്ര പ്രാവശ്യം മനസ്സിലാക്കി എന്നീന്ന് ശ്രദ്ധ മാറ്റി മറ്റുള്ളവർക്കും കെയർ കൊടുക്കാൻ. നീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത്? ഞാൻ വളയാൻ പോകുന്നില്ല. ഞാനും ഇമ്മ്യൂൺ ആയിപ്പോയി നിന്റെ ഈ മണ്ടത്തരം കേട്ടിട്ട്. ഇനി നീ എത്രത്തോളം കിടന്ന് ചലിച്ചാലും എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇതും ആലോചിക്കാനുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ തിരിച്ചു പോകുമെന്ന്. എവിടുന്ന ശബ്ദം വന്നേ? ഇവിടെ വണ്ടിയൊന്നുമില്ലല്ലോ. വരുന്നുണ്ട്, ശബ്ദം വരുന്നുണ്ട്. അടുത്ത് നിന്നാ നീ ഞാൻ പറയുന്ന കേക്ക്. കാത് കൂർപ്പിച്ച് കേൾക്ക്. നമ്മൾ ഇനി എന്തായാലും പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നില്ല. നമ്മൾ എന്തായാലും ലിഫ്റ്റ് എടുത്തേ പോകും. അതിപ്പോ വണ്ടി വന്നാലും റിക്ഷ വന്നാലും കാളവണ്ടി വന്നാലും ഞാൻ അത് കേറിയിരുന്ന് പോകും. പിന്നെ നിനക്കും വരണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പിന്നെ കേറിക്കോ. പിന്നെ ഒളിച്ചു നിൽക്കണം, നേരെ മുന്നിലേക്ക് ചാടരുത്, ഓക്കെ? കാരണം എനിക്ക് എന്നെ നന്നായി നോക്കാൻ അറിയാം, മനസ്സിലായോ? നോക്ക് നോക്ക്, വണ്ടി വരുന്നുണ്ട്, പെട്ടെന്ന് നോക്കി. നിന്റെ മുഖം കണ്ട എനിക്ക് കൂടി ലിഫ്റ്റ് കിട്ടില്ല. പോ. നിങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് എന്തിനാ? ഞാൻ ചേട്ടന്റെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചതാ. നിങ്ങൾ മുംബൈയിലേക്ക് പോവാണോ? ഞാനും പോയാലോ? സോറി സഹോദരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ വണ്ടി നിർത്തിയത്. എനിക്ക് വേണ്ടിയല്ലേ? പിന്നെ ഞാനിപ്പോ തന്നെ കിരൺ നമ്പ്യാരെ ഇവിടെ കണ്ടു. ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാർ. നിങ്ങൾ അവരുടെ പേര് കേട്ടിട്ടില്ലേ? അദ്ദേഹം ഈ കാലഘട്ടത്തിലെ മികച്ചൊരു ക്രിക്കറ്ററാണ്, ദ ബെസ്റ്റ്. കിരൺ ഇദ്ദേഹത്തിന്റെ കാര്യമാണോ പറയുന്നേ? അല്ല സാർ. സാർ എന്താ പറഞ്ഞോണ്ടിരുന്നേ? എന്നെ കണ്ടാണോ വണ്ടി നിർത്തിയേ? അതെ സാർ. സാർ സാർ താങ്കളെ കണ്ടപ്പോ വളരെ സന്തോഷമായി സാർ. എന്റെ പേര് രാമേന്ദ്രൻ എന്നാണ്. ഓ, ഇദ്ദേഹം മുംബൈയിലേക്ക് പോവാണ്. ഞങ്ങള് രണ്ടുപേർക്കും മുംബൈയിലേക്ക് പോകേണ്ട കാര്യമുണ്ടല്ലേ? എന്നാ പോവാം. സാർ നിങ്ങൾക്ക് മുംബൈക്ക് പോണോ? ആ, പക്ഷേ സാർ കുഴപ്പമില്ല സാർ, ഞാൻ 20-25 മിനിറ്റ് ലേറ്റ് ആകും, പക്ഷെ എത്തിക്കാം. ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിക്കും. എന്റെ ഭാഗ്യമാണ് സാറിനെ കണ്ടുമുട്ടിയത്. രാമചന്ദ്രൻ റൈറ്റ്? പിന്നെ ഈ മാഡം കൂടി ഉണ്ടാവും, ഓക്കെ? കൊണ്ടുപോകാം, പക്ഷെ പകരം സാറ് എനിക്കൊരു ഓട്ടോഗ്രാഫ് തരേണ്ടി വരും. അല്ല, എവിടെ തരേണ്ടേ? ഇതിൽ സാർ, എന്റെ വണ്ടിയിൽ മതി സാർ. എന്റെ വണ്ടിയിൽ ഓട്ടോഗ്രാഫ് എന്നാലേ എന്റെ ബിസിനസ് അടിപൊളിയാകും. സാർ, ഇത് സാറിന്റെ ഭാര്യയാണോ? അല്ലല്ല, അതിനുള്ള ഭാഗ്യമൊന്നും ഇവർക്കില്ല. ഇവയ്ക്ക് ഈ മുട്ടനാടിനെ മേയ്ക്കാനാ താല്പര്യം. എന്നാ പോവാം പാവക്കേ. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ, പ്രേമം വരെ എനിക്ക് നിന്റെ ഈ കണ്ണ് കാണുമ്പോ. പൃഥ്വി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യത്തിനാണോ നീ ഫാം ഹൗസിൽ വെച്ച് കിരണിന്റെയും പ്രീതയുടെയും ബന്ധത്തെ പറ്റി മോശമായിട്ട് സംസാരിച്ചത്? അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ആന്റി, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ശരിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവിടെ പിന്നെ നമ്പ്യാർ വീട്ടിലെ ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തണ്ടെന്ന് കരുതി. നിങ്ങൾ എന്റെ മരുമകനാകാൻ പോകുന്ന ആളല്ലേ. നിങ്ങളുടെ അഭിമാനം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മിണ്ടാതിരുന്നു ഞാൻ. ആന്റി, ഞാൻ നിങ്ങളുടെ വെറും ഭാവി മരുമകൻ മാത്രമല്ല, നിങ്ങളുടെ മകൻ കൂടിയാണ്. അഥവാ ഞാൻ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. എനിക്ക് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. സത്യം സ്വയം നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യമാകും. ഇപ്പൊ ചിലപ്പോ സത്യം ഇതുകൊണ്ടായിരിക്കും വരാത്തെ. ആന്റിയുടെ മകളോടുള്ള സ്നേഹത്തിൽ അന്ധയായിരിക്കുകയാണ്. അതുകൊണ്ട് ആന്റിയുടെ മകളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ.
സ്വന്തം മകളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ആന്റി, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ എന്നെ ചെരുപ്പൂരി അടിച്ചോളൂ. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. ഞാൻ മിണ്ടാതെ കൊണ്ടുപോകണം. അഥവാ ഞാൻ എല്ലാവരെയും മുന്നിൽ കിരണിന്റെയും പ്രീതയുടെയും കാര്യം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് എന്റെ നാവ് മുറിച്ച് ഞാൻ മാപ്പ് പറയാം. ഇതെന്റെ വാക്കാണ് ആന്റി. പക്ഷെ ആന്റി, ഒരു കാര്യം പറയും. അഥവാ എന്റെ ഭാര്യയാകാൻ പോകുന്നയാൾ ഒരു അന്യ പുരുഷനോടൊപ്പം എന്നെ അന്വേഷിക്കാനെന്ന വ്യാജേന വീടിന് പുറത്തു പോയാൽ പിന്നെ എനിക്ക് തെറ്റായി തോന്നില്ലേ? ബുദ്ധിമുട്ടുണ്ടാകില്ല എനിക്ക്? സരള ആന്റി, ഈസ് ഓൾ ഓക്കെ? Come, let's go inside. നിന്റെ സംശയം വളരെ ശരിയായിരുന്നു. കിരണ പ്രീതി ഇവിടെ ഇല്ല. മുഴുവൻ വീട്ടുകാരും അവരെ അന്വേഷിച്ചു മടുത്തിരിക്കുക. ആണോ? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ നടക്കുന്നത്. ഫാന്റാസ്റ്റിക്. പിന്നെ നീ നോക്കിക്കോ, ഇന്ന് നിന്റെ പൃഥ്വി ആ കളി കളിക്കും. അതിന്റെ ബലം മുഴുവൻ നമ്പ്യാർ അറക്കൽ കുടുംബത്തിനുണ്ടാകും. ആ കളി നമ്മൾ അന്നത്തെ ദിവസം കളിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എന്തോ അന്ന് നടന്നില്ല. ഇന്ന് കിരണിന്റെ പ്രീതിയുടെ സൗഹൃദത്തിന്മേൽ ഞാൻ ചെളിവാരി എറിയും. ഇങ്ങനെ ചെളിവാരി എറിയും. അതിന്റെ കറ ജീവിതകാലം മുഴുവൻ മായ്ക്കാൻ കഴിയില്ല. നീ നോക്കിക്കോ, ഒരു കളി ഞാൻ കളിക്കും. അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ബേബി, ഈ സംശയം ഉണ്ടല്ലോ, വൃത്തികെട്ട സാധനമാണ് ഈ സംശയം. എന്ന് വെച്ചാൽ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും പറയും, പക്ഷെ ആരും അവരെ വിശ്വസിക്കില്ല. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? ആ പീറ ബിസിനസ്മാൻ രോഹിത്തില്ലേ, ആ പാവത്തിന്റെ ഹൃദയം തകർന്നു പോകും. ആകെക്കാരെയും പിഴിയും. അപ്പൊ പിന്നെ അവന്റെ ഫോക്കസ് നിന്റെ മുകളിലേക്ക് വരും. അവന്റെ മുഴുവൻ കോൺസെൻട്രേഷൻ നിന്റെ മുകളിലേക്ക് വരും. നീ നോക്കിക്കോ, കിരണിന്റെ ഒപ്പം പ്രീതയുടെ സൗഹൃദം ഞാൻ പൊളിച്ചു കൊടുക്കും. ആ പ്രീതയുടെ എൻട്രി നമ്പ്യാർ വീട്ടിൽ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കും. റൈറ്റ്? നീ നോക്കിക്കോ ബേബി. ആ പേര് ബിസിനസ്മാൻ രോഹിത്തിന്റെ കോൺസെൻട്രേഷൻ നിന്നിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് വീണ്ടും എളുപ്പമാവും അവനോട് പ്രതികാരം ചെയ്യാൻ. നല്ല രസം ഉണ്ടാവും. നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ കാര്യം നടക്കുവാണെങ്കിൽ പിന്നെ നല്ല രസം ഉണ്ടാവും. എല്ലാ തരത്തിലും പൃഥ്വിയുടെയും ഷെർലിന്റെയും വിജയമായിരിക്കും. എല്ലാ തരത്തിലും. പെർഫെക്റ്റ് പ്ലാൻ. ശരി, ഒരു കാര്യം ചെയ്, അകത്ത് പോവാം. ഒരുമിച്ചല്ല, നീ മുമ്പേ പോക്കോ, ഞാൻ പുറകെ വരാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ടു us. ബൈ. എന്തോറ്റി? ഞാൻ വളരെ സ്ട്രെസ്സിലാണ്. വീട്ടിലെല്ലാരും എന്ത് ചിന്തിക്കുന്നുണ്ടാവും ആവോ. അമ്മ ഒരുപാട് പരിഭ്രമിച്ചിരിക്കും. അയ്യോ എന്റെ പ്രീത, എടി നീ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല അവർക്ക്. അവരിപ്പോ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങായിരിക്കും. നീ അങ്ങ് പോയല്ലോ എന്നും പറഞ്ഞു. എടി, ഞാൻ നിന്നെ പോലെ പിറുപിറുക്കുന്നുണ്ടോ? എന്റെ മോമാണെങ്കിൽ പാവം എന്നെ കുറിച്ച് ഓർത്ത് നീർന്നുണ്ടാവും. എന്റെ ഏട്ടനാണെങ്കിൽ 1000 തവണ എന്നെ കോൾ ചെയ്താണ്, പക്ഷെ കിട്ടിക്കാണില്ല ഇതുവരെയ്ക്കും. നീ ശരിക്കും മണ്ടനാ, മണ്ടൻ. നിനക്ക് മനസ്സിലാകില്ല അത്. എന്താടി മനസ്സിലാവത്തെ എന്ന് നീ മനസ്സിലാക്കിക്കേ. അതെ, നിനക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ഞാനൊരു പെണ്ണാണ്, നീ ഒരു ആണും. അയ്യോ, ശരിക്കും നീ പെണ്ണാണോ? പിന്നെ ഞാൻ ആണാണോ? ഞാൻ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു. എത്ര പെട്ടെന്ന് എനിക്ക് ആ ബോധം ഉണ്ടായത്. ശരിക്കും നീ ഡോക്ടർ തന്നെയാ, അതല്ലേ ഇതൊക്കെ എന്നെ മനസ്സിലാക്കി തന്നത്? അല്ല, ശരിക്കും നീ പെണ്ണാണോ? ഞാൻ ആണ് തന്നെയാണോ? അതെ ചേട്ടാ, ഒന്ന് വേഗം വിടാമോ? റോഡ് മുഴുവൻ കാലിയാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. വേണ്ട ചേട്ടാ, പതുക്കെ അങ്ങ് ഓടിച്ചാ മതി. 5-10 മിനിറ്റ് ഒന്നും വലിയ കാര്യമല്ല. ആക്സിഡന്റ് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ എന്റെ പ്രായം എന്താടി? ഇതുവരെ കല്യാണം പോലും കഴിഞ്ഞില്ല. ജനിക്കാൻ പോകുന്ന പിള്ളേരെ കാണും എനിക്ക്. ഓ ഗോഡ്, ഞാൻ ഇവിടെ എത്ര ടെൻഷനിലാണ്. അറിയില്ല അവിടെ എല്ലാരും എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന്, എത്ര പേടിച്ചിരിക്കാവെന്ന്. പിന്നെ ഈ ജോക്കർ ഇത് തമാശയാണെന്ന് കരുതിയിരിക്കോ? തമാശ പറഞ്ഞാടി, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട. നീ മിണ്ടാതിരിക്കോടെ, മനസ്സിലായോ? ചേട്ടാ, കുറച്ചുകൂടെ വേഗത്തിലൊന്നും വിടൂന്നേ. എന്നാ കുറച്ച് വേഗം ഓടിക്കും. ശരി സാർ, അങ്ങനെ ആവട്ടെ. പ്രീതയും കിരണേട്ടനും ഇവിടെയും ഇല്ലല്ലോ. അവര് ഇവിടെ ഇല്ല. എവിടെ പോയതായിരിക്കും രണ്ടുപേരും ഈ നേരത്ത്? കിരൺ ചേട്ടന്റെ മുകളിലും കാണുന്നില്ല. മാഡം, കിരൺ സാറും പ്രീത മാമും ഇവിടെ വന്നിട്ടേ ഇല്ല. എന്റെ ദൈവമേ. അറിയായിരുന്നു, എനിക്ക് പറഞ്ഞിരുന്നില്ല എല്ലാവരോടും
കിരണും പ്രീതി ഇവിടെ ഉണ്ടാവില്ലെന്ന് ഫാം ഹൗസിൽ വെച്ചേ പറഞ്ഞതാ ഞാൻ. പക്ഷെ അത് ആരും മൈൻഡ് ചെയ്തില്ല.